അപ്പൊ ജീവൻ എന്താണ്? ഈ ജീവൻ നമ്മളെ കൊല്ലാതെ നോക്കാനുള്ളതല്ല. ജീവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥവ്യാപ്തിയിൽപ്പെട്ട് വരുന്നതാണ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനങ്ങളിൽ ഉൾപ്പെട്ട് വരുന്നതാണ് ജീവൻ എന്ന വാക്ക് എന്നാണ് സുപ്രീം കോടതി വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ മനുഷ്യാവകാശം എന്ന വാക്ക് ഇനിയും നിർവചിച്ചിട്ടില്ല. എന്തുകൊണ്ട് നിർവചിച്ചില്ല? നിർവചിച്ചു കഴിഞ്ഞാൽ ആ നിർവചനത്തിന്റെ 4 കോണുകൾക്കുള്ളിൽ അടങ്ങി ഒതുങ്ങിപ്പോകും. അപ്പൊ മനുഷ്യാവകാശം എന്ന വാക്ക് ഇസ് എ വെരി കോംപ്രഹെൻസീവ് വേർഡ്. അതിന് വെരി വൈഡ് മീനിങ് കൊടുക്കണം എന്നുള്ളതാണ് ഈ പ്രഖ്യാപനം കൊണ്ട് നമ്മുടെ ഭരണഘടന കൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അതിനെ ഈ വാക്കിനെ ഇനിയും നിർവചിക്കാതെ വിട്ടത്. നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ, എന്താണ് ഈ മനുഷ്യാവകാശം? ഇറ്റ്സ് ആൻ ഇൻക്ലൂസീവ് ക്ലോസ്. So many things can be included into that word. അതിനകത്തോട്ട് ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു ഇൻക്ലൂസീവ് ക്ലോസ് ആണ്. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലോസിൽ എന്തൊക്കെ വരും നമ്മളെന്ന് അറിയണം. ആദ്യം എന്താണ് അറിയേണ്ടത്? മനുഷ്യൻ ജനിച്ചാൽ അവന് എന്ത് വേണം? മനുഷ്യന് ശുദ്ധമായി ശ്വസിക്കണം. ഹ്യൂമൻ റൈറ്റ്. അടുത്തത് എന്ത് വേണം? ശുദ്ധജലം കുടിക്കണം. അത് നമ്മുടെ മനുഷ്യാവകാശം. അത് കഴിയുമ്പോൾ കിടക്കാനൊരു ഇടമുണ്ടാവണം. ഹ്യൂമൻ റൈറ്റ്. പിന്നെ എനിക്ക് വിദ്യാഭ്യാസം ചെയ്യണം. എനിക്ക് എൻ്റെ വ്യക്തിത്വം വികസിപ്പിക്കണം. എനിക്ക് ജീവിക്കുവാൻ ആവശ്യമായ തൊഴിലുണ്ടാകണം. അപ്പൊ ആ തൊഴിലുണ്ടായെങ്കിലേ എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ധനമുണ്ടാക്കാൻ കഴിയും. അപ്പൊ എന്താണ് മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ? നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് എല്ലാം, അതായത് ഒരു നല്ല വ്യക്തിയായി ജീവിച്ചു മരിക്കുന്നതിന് അയാൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മുടെ മനുഷ്യാവകാശമാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ബി ബോൺ. അപ്പൊ എനിക്ക് ജനിക്കാനുള്ള അവകാശം എൻ്റെ മനുഷ്യാവകാശം, വിദ്യാഭ്യാസം ചെയ്യാനുള്ള എൻ്റെ മനുഷ്യാവകാശം. അപ്പോൾ ഈ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നടുവിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ എങ്ങനെ ഈ മനുഷ്യാവകാശം? അപ്പൊ നമുക്കറിയാം, ദശാബ്ദങ്ങളായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദശാബ്ദങ്ങളായിട്ട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പണ്ട് കാലത്തെ സതി ഒരുപാട് പ്രയാസപ്പെട്ടതിന് ശേഷമുള്ള സതി അവസാനിപ്പിച്ച നമുക്കല്ല. അത് കഴിഞ്ഞ് കാലചക്രം ഇങ്ങനെ നീങ്ങി. പണ്ട് റിലീജിയസ് മതപരമായ എല്ലാ ചടങ്ങുകളിലും പുരുഷന്മാരെ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരുന്ന ആര്യന്മാരുടെ പിൻഗാമികളാണ് നമ്മളൊക്കെ. അതിങ്ങനെ കാലചക്രം ഇങ്ങനെ കടന്നു പോയതോടുകൂടിയിട്ടാണ് ഒരുപാട് ശല്യങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ സ്ത്രീജനങ്ങളെ വീട്ടിൽ ഒതുക്കി നിർത്തുകയും ചെയ്യും. അപ്പൊ എന്താണ് ശൈശവ വിവാഹം? ഇപ്പം ഞാൻ ഇപ്പൊ നമുക്ക് ഭ്രൂണത്തിന് രക്ഷയില്ല. ഇവിടെ ഭ്രൂണഹത്യ ഇല്ല നിങ്ങളെല്ലാവരും പറയുന്നുണ്ടാവും. ഭ്രൂണഹത്യ ഒന്നും ഇവിടെ നടക്കുന്നില്ല. നമ്മുടെ കേരളത്തിലും നടക്കുന്നില്ല. പക്ഷെ ഞാൻ പറയും ഭ്രൂണഹത്യ നടക്കുന്നു, ഒരുപാട് നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? മിസ്യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് നൗ ബിക്കം എ സോഷ്യൽ ഈവൽ. അപ്പൊ ഈ മിസ്യൂസ് ഓഫ് മൊബൈൽ ഫോൺ എന്താണ്? 55 കേസുകളാണ് വനിതാ കമ്മീഷനിൽ 2011-12 രജിസ്റ്റർ ചെയ്തത്. അതാരാണ്? മൊബൈൽ ഫോൺ ഇങ്ങനെ വന്ന ഉടനെ തന്നെ അച്ഛനമ്മമാര് മൊബൈൽ ഫോൺ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുക. അത് എങ്ങനെ യൂസ് ചെയ്യണം, ആരെ വിളിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നൊന്നും അച്ഛനമ്മമാർക്ക് പറയാറില്ല. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യാമോ, കൗമാരപ്രായക്കാർക്ക് പൈസ ഒരുപാടുണ്ട്, അച്ഛൻ ഗൾഫിലുണ്ട്, അവരിങ്ങനെ പണം അയച്ചു. ആ പണം എല്ലാം കൊണ്ട് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. കുട്ടികൾ അങ്ങനെ മൊബൈൽ ഫോണിൽ സുഖമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു 12 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് ഒരു മൊബൈൽ കോൾ, മിസ് കോൾ ആയിരിക്കാം. മിസ് ഉടനെ ആര് ഹായ് എന്ത്, അപ്പൊ അങ്ങേ കഴിക്കുന്ന മറുപടി ഹായ് എന്ത് രസമായിരിക്കും, എന്നിട്ട് ശബ്ദം കേൾക്കാൻ കൊള്ളാം, നീ ആര്, പേരല്ല, അച്ഛനെന്താ, അതെല്ലാം ചോദിച്ചു. കുട്ടി ഇതെല്ലാം ഓരോ വാക്കിലും ഉത്തരം പറഞ്ഞു. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വിളിച്ചു, ഹലോ ഞാൻ. അപ്പോൾ വീണ്ടും അങ്ങനെ പല വന്ന് ഇവളെ പുകഴ്ത്തി, ഇവളെ പറ്റിയും മറ്റു കാര്യങ്ങൾ സംസാരിച്ചു. അവളെ പതുക്കെ വശീകരിച്ചു. അങ്ങനെ ആദ്യത്തെ 2 വാക്കിൽ ഒതുങ്ങിയത് അങ്ങനെ നീങ്ങുന്നുണ്ട്. കൂടുതൽ സമയമായി. അപ്പോൾ വീട്ടിലിങ്ങനെ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് സംശയം വരുമല്ലോ. അപ്പം എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു ടോയ്ലറ്റിലേക്ക് കയറി അവിടെ 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ പല ദിവസവും ഇങ്ങനെ ആയപ്പോൾ അമ്മ ചോദിച്ചാൽ എന്താ ടോയ്ലറ്റിൽ നിന്ന് ഇങ്ങനെ പോയിരിക്കുന്നത്, എത്ര സമയമാണ് നീ ചെലവാക്കിയത്? ഓ അതമ്മ എനിക്കൊരു ചെറിയ നോക്കാം, കുഴപ്പമൊന്നുമില്ല, അതിന് നമ്മൾ
ഡോക്ടറെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, അതങ്ങ് പോകും അമ്മേ. അപ്പോൾ അമ്മയ്ക്ക് ഒരു സംശയം, അമ്മയ്ക്ക് ഈ മൊബൈലൊന്നും ഉപയോഗിക്കാൻ അറിയില്ല, അച്ഛൻ ഗൾഫിലാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, ഒരു ദിവസം ടോയ്ലറ്റിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ബുദ്ധിമതിയായ മരണം ചെയ്യണമെന്ന് അറിയാം, പൈപ്പ് തുറന്ന് ഫുള്ളായിട്ട് തുറന്ന് ബക്കറ്റ് അടിയിൽ വെച്ച് തുറന്നു വെച്ചു. അപ്പം ശബ്ദം ഇങ്ങനെ വീഴുമ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. അവരവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, എന്താ നിന്റെ നീ എന്ത് ചെയ്യുമായിരുന്നു? അയ്യോ ഞാനേ പഠിച്ചതൊക്കെ ഒന്ന് പറയുമായിരുന്നു. ആഹാ, ബാത്റൂമിലായിരുന്നു കാണാപ്പാടം പറയുമായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, നിന്റെ കയ്യിലുണ്ടാവില്ല. നിന്റെ കയ്യിലൊന്നുമില്ല, പാവാടെ കയ്യിൽ കുട്ടി വെച്ചിരിക്കുകയാണ് ഈ മൊബൈൽ ഫോൺ. അത് വലിച്ചെടുത്തു. മേലിൽ നീ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അതിനെ കൊണ്ട് വിളിച്ചു. പക്ഷേ കൗമാരല്ലേ, ഒരു കാമുകനായിട്ടൊന്ന് സംസാരിക്കണ്ടേ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് മോഷ്ടിച്ചെടുത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, സംസാരിക്കുക. അങ്ങനെ 3 മാസം കടന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യ, എനിക്ക് നിന്നെ കണ്ടേ മതിയാവും. അതിലെന്താ, ഞാനൊരു ചുവന്ന പാവാടയിൽ ചുവന്ന ബ്ലൗസൊക്കെ ആയിട്ട് സ്കൂളിൻ്റെ മുമ്പിൽ യൂണിഫോമൊക്കെ മാറ്റി ഞാൻ നിൽക്കാം, അവിടെ വന്നാൽ മതി. ആ ശരി, അങ്ങനെയാണ് ആവുന്നില്ല. അങ്ങനെ ആ പറഞ്ഞ ദിവസത്തിൽ യൂണിഫോമൊക്കെ ബാഗിനകത്താക്കി ചുവന്ന പാവാടയിൽ ചുവന്ന ബ്ലൗസൊക്കെ ഇട്ട് അവിടെ അങ്ങനെ റെഡിയായി നിൽക്കുകയാണ് കാമുകനെ റിസീവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ദൂരെയൊക്കെ പലരും പോയി ഫസ്റ്റ് ബാച്ചിലാണ് ആദ്യമൊക്കെ പോകേണ്ടത്, സെക്കൻഡ് ബാച്ചിലേക്ക് മാറ്റി. അങ്ങനെ കാത്തു നിൽക്കുക. വയസ്സ് 12ആണ്. അങ്ങനെ കാമുകൻ ഇങ്ങനെ നടന്നത് നടക്കുക. നല്ല ഹൈറ്റുണ്ട്, നല്ല നീളമുള്ള ഷർട്ട് ഇട്ടിട്ടുണ്ട്, ഷോളുണ്ട് കഴുത്തിൽ, തലമുടി നരച്ചിട്ടുണ്ട്. അയാൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നിട്ട് കുട്ടിയോട് ഞാനാണെന്ന് പറയുമ്പോഴേക്കും കുട്ടി പേടിച്ച് നിലവിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് പിന്നെ പോലീസ് തമ്മിലോട്ട് കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ അച്ഛനമ്മമാരും ഇതേപോലുള്ള പുതിയ പുതിയ ഡിവൈസ് വരുമ്പോൾ നമുക്കത് ആവശ്യമാണ്. പക്ഷേ അത് ആദ്യം ടെലിഫോൺ വന്നു, അത് TV വന്നു, ഇതൊക്കെ ഈ ദോഷങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അച്ഛനമ്മമാർ എന്തുകൊണ്ട് മക്കളെ ശരിയാവണ്ണം പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. ഇതൊരു വലിയ സോഷ്യൽ 55 കേസുകൾ വന്നതിൽ 3 പെൺകുട്ടികൾ, അത് 9-10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഗർഭിണികളായിട്ടാണ് വന്നത്. അവിടെ എല്ലാം ചതിച്ച് വിട്ടിരിക്കുക. അപ്പോൾ ഇതൊരു വയലൻസ് അല്ലേ? കുട്ടികളെ ഇങ്ങനെ വശീകരിക്കുക, കൊണ്ടുപോവുക, അവരെ ഭരിക്കുക, എന്നൊരു കാര്യം കണ്ടിട്ട് കടന്നളയാം. അപ്പോൾ ഒരു കുട്ടി 7 മാസം ഗർഭിണിയാണ്. അതിന് SHT ആശുപത്രി കൊണ്ടുവരുമ്പോൾ പ്രസവിച്ചാൽ മതിയാവും, ഡിസ്ചാർജ് പറ്റില്ല. അപ്പോൾ മറ്റേ കുട്ടികൾ രണ്ടുപേരും ഡിസ്ചാർജ് കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ഒരു വീട്ടിൽ പോകില്ല, സ്കൂളിൽ പോകില്ല. അവസാനം ഒരു കുട്ടി പ്രസവിച്ചു, പെൺകുട്ടി, അതിനെ വീട്ടുകാരോടുകൂടി മറ്റേ 2 കുട്ടികളെ അബോർഷൻ ചെയ്തു. അവരെല്ലാം പിന്നെ TC വാങ്ങി പല സ്കൂളുകളിൽ ചേർത്ത് പഠിക്കുക. ഇവിടെ സ്ത്രീകളെ കൊച്ചുകുട്ടികൾ മാത്രമല്ല, കൗമാരത്തിൻ്റെ നമുക്ക് പറയാം, കൗമാരത്തിൻ്റെ പ്രത്യേകതയാണ്. അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാം. പക്ഷേ 48-കാരി ഇതുപോലെ ആയിപ്പോയി. ഒരു 48-കാരി എന്ത് ചെയ്തു? മൊബൈൽ ഫോണിൽ ഒരുത്തം വിളിച്ചു, 2 വാക്ക് പറഞ്ഞു. പിന്നെ വേറൊരുത്തം വിളിച്ചു, 2 വാക്ക് പറഞ്ഞു. അങ്ങനെ നീണ്ടു 3-4 പേരാണ്. ഒരു ദിവസം അവർ പറഞ്ഞു, എന്താ നമുക്കൊന്ന് ഒരാഴ്ച അതിന് സർട്ടിഫിക്കറ്റ് വന്നൂടെ? പോകാമല്ലോ. ഭർത്താവ് ഗൾഫിൽ, 2 പെൺമക്കളാണ്, ഒന്ന് കോളേജിൽ പഠിക്കുന്നു, ഒന്ന് സ്കൂളിൽ പഠിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ടുപേരെ രാവിലെ ചോറും കൊടുത്തിട്ട് അവരെ വിട്ട് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ജോലി 2 മൊബൈൽ ഫോൺ വെച്ച് ഇവരെല്ലാം വിളിക്കുക. ആദ്യം അതിലേക്ക് വൈകുന്നേരം ആകുമ്പോൾ പലഹാരം ഉണ്ടാക്കി മക്കളെ കാത്തിരിക്കും. പിന്നെ ആയിട്ട് ബേക്കറി സാധനങ്ങളായി, പിള്ളേർ വഴക്കായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കത്തയെ വീട്ടിൽ പറഞ്ഞു, ഞാനേ ഒരാഴ്ച കൂട്ടുകാരോട് അമ്പലത്തിൽ പോയിട്ട് വരും, അമ്മയും അപ്പൂപ്പനെയും കൂടെ ഒന്ന് വിളിച്ച് നോക്കിക്കോ, താക്കോൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ എന്നെ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഒരാഴ്ച വിളിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഗൾഫിൽ വിളിച്ചു പറഞ്ഞു, നേരിൽ നമ്മുടെ വീട്ടിൽ കയറുമെന്ന് പറഞ്ഞു. ഗൾഫിൽ നിന്ന് പിന്നെ കുട്ടികൾ അവർ തിരിച്ചു വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് കരഞ്ഞു, വ്യാജിച്ചു, പിള്ളേർ കേൾക്കിയില്ല. അപ്പോൾ പറഞ്ഞു, ഞാനെന്നാൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി നിന്നോളാം. അപ്പോൾ അമ്മയുടെ കൂട്ടിൽ നിൽക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട്. അമ്മ പറഞ്ഞു, ആ വീട്ടിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നിവർത്തിയില്ല. വനിതാ കമ്മീഷൻ ഓഫീസിൽ നിന്നു അവിടെ വന്നിട്ട് അവർ പറയുക, അപ്പം എന്നോട് ഉപയോഗിച്ച വാക്ക് ഞാൻ ചോദിച്ചു, കയറി വരുമ്പോഴേക്കും ഞാൻ ജീവിച്ചിരിക്കേണ്ട, ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം, ജീവിക്കാൻ പൈസ ഇല്ല, വീടില്ല, ഒന്നുമില്ല, ഞാൻ ചതിപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കയറി വന്നുകൊണ്ട് എന്നോട് ആ വാക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അവന്മാരെന്നെ പ്രലോഭിപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഈ പ്രലോഭനം ചെറിയ കുട്ടികളെ മാത്രമല്ല, പ്രായമായവരെ ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വയലൻസ് എന്നല്ല നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഓരോ സ്ത്രീയും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചേ മതിയാവും. പിന്നെ നമുക്ക് അപ്പം ഈ ഭ്രൂണഹത്യ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മിസ്കാരേജ് നടത്തി. അപ്പം ഇതുപോലെ ഈ അധിക വീഴ്ചയിലൂടെ ഉണ്ടാകുന്നതെല്ലാം മിസ്കാരേജ് നടക്കുക രഹസ്യമായിട്ട്. അതില്ല എന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. പക്ഷെ അത് കുട്ടികളുടെ ആരോഗ്യത്തിനും അവരുടെ ഭാവി ജീവിതത്തിനും ആവശ്യമായതുകൊണ്ട് ഈ മിസ്കാരേജ് നടത്തേണ്ടതാണ്.
ശിശുക്കളെ നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം മീഡിയക്കാർ പറയും, ഓ പണ്ടും ഇതുപോലെ പീഡനമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞങ്ങളൊന്നും പ്രൊജക്റ്റ് ചെയ്തില്ല. ഇപ്പം ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കാണുന്നത്. പക്ഷെ ഞാനൊക്കെ ഇപ്പം 10-20 കൊല്ലം കഴിഞ്ഞു. ഇത്രയും കാലത്തിനിടയ്ക്ക് 1.5 വയസ്സിനെ 3 വയസ്സിനെ പീഡിപ്പിച്ച ഒരു സംഭവം ഞാൻ കേട്ടിട്ടേയില്ല. ഞാൻ അവിടെ വനിതാ കമ്മീഷൻ വിടുന്നതിന് ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു സ്ത്രീ ഒരു വർഷം മുഴുവൻ തളർന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അയാൾ 3 വയസ്സുള്ള പെൺകുട്ടിയാണ് അവരുടെ മകൾ. അപ്പം ഈ ഹസ്ബൻഡ് വന്നാലുടനെ കുട്ടിയെടുത്ത് വല്ലാതെ കിസ് ചെയ്യുകയും എത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് തന്നെ ഇഷ്ടപ്പെടാറ്. അമ്മ നിങ്ങൾ എന്തിനായി കുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഓ അപ്പോൾ സ്നേഹപ്രകടനമാണെന്നാണ് കുട്ടി വിചാരിക്കുന്നത്. വേദനിക്കുമ്പോഴാണല്ലോ കുട്ടി അറിയുന്ന പ്രശ്നമാണെന്ന്. അപ്പോൾ കുട്ടിയെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വല്ലാതെ പീഡിപ്പിക്കുന്ന ഇങ്ങനെ കിസ് ചെയ്യുന്നത് എല്ലാം കണ്ടപ്പോൾ ഇവർ പലപ്പോഴും ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടി കഴിഞ്ഞ് കൊടുക്കാതിരിക്കാനായിരുന്നു. ഒരു ദിവസം ഇയാൾ പോകുന്നതിന് ഒരു 4-5 ദിവസത്തിന് മുമ്പ് സെക്കൻഡ് ഫ്ലോറിൽ കുട്ടി ഇറങ്ങി ഉറങ്ങുക. അപ്പോൾ ഇയാൾ അവിടെ നിന്നുകൊണ്ട് ഇവരെ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കും. അപ്പോൾ ഈ അമ്മ കയറി വന്ന് കാണുന്ന കാഴ്ചയില്ല, അവിടെ പൊക്കിയിട്ട്. അപ്പോൾ ഉടനെ തന്നെ ഇവർക്ക് ദേഷ്യം വന്ന് ഒച്ചത്തിൽ അവരെ അലറി ഉടനെ തന്നെ ഇയാൾ ദേഷ്യം എന്തെങ്കിലും ഇവരെ തല ചോറിലേക്ക് ഇടിച്ചു. ആ ഇടിച്ച ഉടനെ തന്നെ അവർ ബോധം കെട്ട് താഴെ വീണു. അവരെ ഉടനെ എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഒരു വശം കംപ്ലീറ്റ് തകർന്നു പോയി. ഇന്ന് ആ തളർച്ചയിൽ ഒരു വശം തകർന്ന് അവർ മെഡിക്കൽ കോളേജിൽ ചികിത്സ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഭർത്താവ് സ്ഥലം വിട്ടുള്ളതും ഗൾഫിലേക്ക് പോയി. കത്ത് അയച്ചിട്ട് മറുപടിയില്ല, ഫോൺ വിളിച്ചാൽ എടുക്കില്ല, സ്വന്തക്കാർ വിളിച്ചാൽ എടുക്കില്ല, പണമില്ല. അങ്ങനെ വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലാണ് നമ്മുടെ ആ ലേഡി ഇന്ന് കഴിഞ്ഞു വരുന്നത്. അവർ ആട്ടി അവരെ പൊക്കിയെടുത്ത് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിൽ കരഞ്ഞു. അത്ര ദയനീയമായിട്ടാണ് നമ്മുടെ സ്ത്രീകളുടെ സ്ഥിതി. അവർ പറഞ്ഞു, ഞാൻ ആരോട് പറയുന്നു, എനിക്കിത് പറയാൻ കൊള്ളാമോ? ഇത് പല സ്ത്രീകളും ഇത് പുറത്ത് പറയാനില്ല, കാരണം നാണക്കേട് കരുതി. പലരും എന്നോട് പറഞ്ഞിട്ട് ഞാനേ നല്ല വീട്ടിലാണ് പറഞ്ഞതാണ്, ഞാൻ പോലീസ് സ്റ്റേഷനിലൊന്നും പോയിട്ടില്ല, കോടതിയിലും പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, കോടതിയിൽ പോകുക എന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടി പോകണം. ഞാൻ പോകും പോലീസ് സ്റ്റേഷനിൽ അഭിമാനത്തോടു കൂടി പോകും. എന്തുകൊണ്ടാണ്? ഐ ഹാവ് ടു എസ്റ്റാബ്ലിഷ് മൈ ലീഗൽ റൈറ്റ്. എൻ്റെ അവകാശം സ്ഥാപിച്ചതിനാണ് ഞാൻ പോകുന്നത്. അതിലൊന്നും വളരെ മോശമൊന്നും ആരും വിചാരിക്കരുത്. പോലീസ് സ്റ്റേഷനിൽ പോകുന്നോ കോടതിയിൽ പോകുന്നോ. പിന്നെ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മോശമായ ഒരു നമുക്ക് പ്രതികരണമായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ സമീപനം വളരെ മോശമാകാം. അത് പല സ്ഥലങ്ങളിലും അവർ ഇന്നും ഉപയോഗിക്കുന്ന ഭാഷ വളരെ മോശമാണ്. ആരോട് എന്തും ചെയ്യാം, കോട്ടിട്ട് കഴിഞ്ഞാൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാരണ പല പോലീസുകാർക്കും ഉണ്ട്. മാത്രമല്ല അവർ വളരെ കറക്റ്റുമാണ്. പല ആൾക്കാർ മദ്യവും കഴിച്ചിട്ടും മയക്കുമരുന്നും കഴിച്ച് നടക്കുന്ന ഒരുപാട് പേര്. ഇപ്പം നമ്മുടെ നിയമം ലംഘിക്കുന്നതാരാണ്? നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നിയമം ലംഘിക്കുന്നത്. ഇപ്പം റോഡിൽ പുകവലി പാടില്ല എന്ന് പറഞ്ഞിട്ട് ആരാ പുകവലിക്കുന്നത്? ഉദ്യോഗസ്ഥന്മാർ പുകവലിക്കുന്നു. അത് 278-ാം വകുപ്പ് ഇന്ത്യൻ ശിക്ഷാ നിയമം 278-ാം വകുപ്പനുസരിച്ച് പുകവലിക്കുന്ന കുറ്റകരമാണ്. പുക മറ്റുള്ളവർക്ക് ഹാനികരം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ മൂത്രമൊഴിക്കുന്നത് അതും മനുഷ്യർക്ക് ഹാനികരമാണ്. 278 അനുസരിച്ച് കുറ്റകരമാണ്. സിംഗപ്പൂരിലൊക്കെ ചെന്നാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ മൂത്രമൊഴിച്ചാൽ അപ്പോൾ തന്നെ മുഖ്യ തന്നെ കേസെടുക്കും. അത് മന്ത്രിയാണെങ്കിലും കേസ് എടുക്കാൻ പറയും, കേസിൻ്റെ ശിക്ഷ വാങ്ങും. അതാണ് നമ്മുടെ നാട്ടിൽ നടത്തുമ്പോൾ കറപ്ഷൻ. മന്ത്രിയാണോ അവനെ വിട്ടേരെ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥനാണോ അവനെ വിട്ടേരെ, പോലീസുകാരനോ വിട്ടേരെ, കേസെടുക്കും. അത് 70 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് വരുന്ന ഫോട്ടോസ് നമുക്ക് ക്യാമറയിൽ, ആ ക്യാമറയിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ, ഏറ്റവും സ്പീഡിൽ കൂടി നടക്കുന്ന പോലീസുകാരനാണ്, ഏതെങ്കിലും ഒരു പോലീസുകാരനെതിരായിട്ട് കേസെടുത്തിട്ടുണ്ടോ? അപ്പോൾ നമ്മൾക്ക് സ്ത്രീകൾക്കെതിരെ പലതരത്തിലുള്ള അക്രമങ്ങളും അനീതിയും നടക്കുന്നത് നമുക്ക് കേട്ടേ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? കറപ്ഷൻ. എവിടെ നോക്കിയാലും കറപ്ഷൻ. കൗമാര പ്രായക്കാർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രക്ഷയില്ല. പലതരത്തിൽ കൗമാര പ്രായക്കാരെ പീഡിപ്പിച്ചോളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തത് കുമാരിമാർക്ക് ഇങ്ങനെ ഇത് സ്ഥിതി. പിന്നെ യുവതികൾക്ക് രക്ഷയില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഒരുപാട് സാമൂഹ്യ അന്തരീക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരുപാട് ട്രെയിൻ യാത്ര ചെയ്യാൻ പറ്റില്ല, ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റിയാലും കുഴപ്പം, തനിയെ പോയാൽ കുഴപ്പം. എവിടെ നിന്നാണ് എപ്പോഴാണ് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുന്നതെന്നാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു, 1.5 വയസ്സിനെ പീഡിപ്പിച്ച് കൊല്ലുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മളതിൻ്റെ റൂട്ട് കോസിലേക്കാണ് പോകുന്നത്. എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്രയും വർഷത്തെ അനുഭവങ്ങളുള്ള എനിക്ക് 4 കൊല്ലം ഞാൻ കുടുംബ കോടതി ജഡ്ജിയായിരുന്നു, ജില്ലാ
ഉമ്മൻചാണ്ടി ആയിരുന്ന കാലം. അത് കഴിഞ്ഞ് 6 വർഷം ഞാൻ പിന്നെ വനിതാ കമ്മീഷനിൽ വർക്ക് ചെയ്തു. 4 വർഷക്കാലം ഹൈക്കോടതിയിൽ വർക്ക് ചെയ്തു. അപ്പൊ എൻ്റെ ഇത്രയും അനുഭവങ്ങളിലൂടെ ഞാൻ കണ്ടത് ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഒന്ന്, നമ്പർ 1 വില്ലൻ ആൽക്കഹോൾ, മദ്യം തന്നെയാണ്, യാതൊരു സംശയവും. മദ്യം കുടിച്ചിട്ട് വീട്ടിനകത്ത് വന്ന് സാധാരണ പല സ്ത്രീകൾക്കും ജോലിയിലായിരുന്നു. പിന്നെ ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്ന ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എന്തിനാ നിങ്ങൾ ഈ സഹികൾക്ക് ഇങ്ങനെ? അയ്യോ മാഡം, എൻ്റെ എനിക്ക് വീടില്ല, എനിക്ക് പൈസ ഇല്ല ജീവിക്കുക, എൻ്റെ കുട്ടികൾ വളരണം, അതുകൊണ്ട് ഞാൻ ഈ അടി ഇടിയും കുഴിയും കൊണ്ട് കിടക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്ന, സ്ത്രീകൾ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാതെ ഒരൊറ്റ സ്ത്രീയും കല്യാണം കഴിക്കരുത് എന്ന് ഞാൻ എല്ലാവരോട് പറയാറുണ്ട്. അപ്പൊ അടിച്ചിറക്കി വിട്ടാൽ ഇനി ഇറങ്ങിയാലേ വെള്ളം കുടിച്ച് കിടക്കാലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പെൺകുട്ടികളെ രക്ഷിക്കുന്നതിന് ഓരോ പെൺകുട്ടിയുടെയും വ്യക്തിത്വം വികസിപ്പിക്കുക. ഇപ്പൊ നമ്മുടെ പെൺകുട്ടികളൊക്കെ മിടുക്കരാണ്, ആൺകുട്ടികൾ മിടുക്കരാണ്, മിടുക്കരാണ്. അവരെല്ലാം പഠിക്കുന്നു, നമ്മളെല്ലാം പുസ്തക പുഴുക്കളാക്കി അവരെ പഠിപ്പിച്ചു വിടുകയാണ്. അവരെ ജീവിക്കാൻ പഠിപ്പിക്കാനുണ്ടോ? വീട്ടിനകത്തെ പണികൾ എന്താണെന്ന് അവരെ പഠിപ്പിക്കാനുണ്ടോ? ഒരു ചായനെ പഠിക്കാൻ, കുക്കിംഗ് ചെയ്യാറുണ്ടോ? വസ്ത്രം കഴിയിക്കുന്നുണ്ടോ നിങ്ങൾ? അതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. കുട്ടികളെ കൊണ്ട് ഒരു വ്യക്തിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യാനുള്ള പ്രാപ്തി എല്ലാ കുട്ടികളിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ജീവിതത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഏതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കരുത്ത് ഈ പെൺകുട്ടികൾക്കുണ്ട്. അപ്പൊ അതിന് ചെയ്തു കൊടുക്കാത്തത് അച്ഛനമ്മമാരുടെ അച്ഛനമ്മമാരുടെ ഉത്തരവാദിയാണ്. ഞാൻ പല സ്ഥലത്തും പറയാനുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ നമ്മളെല്ലാം കുട്ടികളെ രാവിലെ എഴുന്നേറ്റ ഉടനെ പല്ല് ബ്രഷ് ചെയ്യാൻ പഠിപ്പിച്ചു അല്ലേ? മരിക്കുന്നവരെ ചെയ്യും. ഒരൊറ്റ കുട്ടിയെങ്കിലും ചെയ്യാതിരിക്കുമോ? എന്തുകൊണ്ടത് ചെയ്യും? ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ നമുക്ക് കഴിയുന്നതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ശരിയായ ഏറ്റവും നല്ല ശീലങ്ങൾ വന്നാൽ ഒരിക്കലും അത് മാറില്ല. ചുട്ടയിലെ ചെയ്താൽ ചുടല വരെ സംശയമില്ല. അപ്പൊ അതെന്തുകൊണ്ട് മദ്യത്തിനെതിരെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കൂടാ? എൻ്റെ അച്ഛനമ്മമാരെല്ലാം ഈ വളരെ ലളിതമായ ജീവിത അധ്യാപകരായിരുന്നു. അവർ പഠിപ്പിച്ച രീതിയിൽ വളരെ ലളിതമായ ജീവിത രീതിയാണ് ഞങ്ങളൊക്കെ ശീലിച്ചത്. അപ്പൊ അതുപോലെ എല്ലാ ജോലികളും ഞങ്ങളെ കൊണ്ട് ചെയ്തിരുന്നു. കുറ്റമടിച്ചിട്ടുണ്ട്, ചാണകം വാങ്ങിയിട്ടുണ്ട്, പശുവിന് വെള്ളം കൊടുത്തിട്ടുണ്ട്, അരിയാക്കിയിട്ടുണ്ട്. സകല പണികളും ചെയ്തതിന് ശേഷമാണ് ഞങ്ങളെല്ലാം പഠിച്ചത്. പക്ഷെ അങ്ങനെ ഇന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ്? അവരെ പഠിക്കാനായിട്ട് വിട്ടിരിക്കുക. അയ്യോ സമയമില്ല, അമ്മമാരെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഭക്ഷണം മക്കൾ രണ്ടുപേരുടെയും വായിലോട്ട് ഊതി വെച്ചു കൊടുക്കുക. എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് നമ്മൾ നടക്കുക. ഈ കുട്ടികളെ പഠിച്ച് മിടുമിടുക്കരായി റാങ്ക് മേടിച്ചിട്ട് ഇറങ്ങുമ്പോൾ കൈ നിറയെ പൈസ വാങ്ങിച്ചിരിക്കുമ്പോൾ കല്യാണം കഴിപ്പിച്ച് കുറെ സ്ത്രീധനം കൊടുത്തു. ജോലിയായാലും സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കുന്നതാണ് ഈ അമ്മമാരുടെ ജോലി ഇല്ലേ? എത്രമാത്രം ആഭരണം കൊണ്ട് ഒരു സ്ത്രീയെ പൊതിയാൻ വേണ്ടി അങ്ങനെ ഈ സ്ത്രീ എന്തിനാണ് പൊതിയിലിടുന്നത്? ഈ ആഭരണമാരി മഞ്ഞലോഹമാരി എന്തിനാണ് ഇടുന്നത്? ഈ മഞ്ഞലോഹം കൊണ്ട് എന്ത് നേട്ടമാണ്? ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ചെറുതായിരുന്ന കാലത്ത് എൻ്റെ അച്ഛനോട് കാത് കുത്തണമെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ പറയുകയായിരുന്നു, നിങ്ങളെയൊക്കെ ആഭരണം വിദ്യയായിരിക്കാം, ഇവിടെ കാത് കുത്തണ്ട, കാല് കുത്തണം, ഒന്നും കുത്തണ്ട. ഞങ്ങൾ 9 പേരിൽ 4 പെൺകുട്ടികളാണ്. 4 പേരിൽ കാല് കുത്തിയിട്ടില്ല, മാല ഇട്ടിട്ടില്ല, ഒരു ആഭരണം ഇട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു മാല എടുത്ത് മുൻസിപ്പായി സെലക്ഷൻ കിട്ടി പോകുന്ന സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. എല്ലാ ബന്ധുക്കളും കൂടെ നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല. ജീവിത മൂല്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ട് വളർന്നു വന്നതുകൊണ്ട് ഏത് സാഹചര്യത്തിനെയും തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് എനിക്കുണ്ടായി. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളിൽ അത്തരത്തിലുള്ള കരുത്തുണ്ടാക്കാൻ ശ്രമിക്കണം. അവരെ അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ വയസ്സായ അമ്മമാരൊക്കെ പോകുന്നു. പാവപ്പെട്ട അമ്മമാർക്ക് ലക്ഷ്യമുണ്ടോ? വയസ്സായ അമ്മമാരെ അച്ഛനും മക്കൾക്ക് ആർക്കും വേണ്ടാത്ത ഒരു സ്ഥിതിയാണ് അച്ഛനമ്മമാരുടെ സ്ഥിതി. കഷ്ടപ്പെട്ട് മക്കളെല്ലാം വളർത്തി വലുതാക്കിയിട്ട് ഈ അച്ഛനമ്മമാർ എന്താ ചെയ്യുന്നത്? അവരുടെ വല്ല ഉണ്ടെങ്കിൽ എല്ലാം പിടിച്ച് വാങ്ങിച്ചു കൊണ്ടങ്ങ് പോകും. എന്നിട്ട് ഈ അമ്മമാർ ജീവിക്കുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ടോ, മരുന്നുണ്ടോ, ആരും അന്വേഷിക്കാറില്ല. അപ്പൊ അമ്മമാർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം വൃദ്ധാലയങ്ങളിലേക്ക് പോവുക. ഒരു 94 വയസ്സായ ഒരു അമ്മ എൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് 4 മക്കളുണ്ട്, 4 പേര് നല്ല സുഖത്തിൽ കഴിയുക. ഒരാളോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ ഒരു നഴ്സാണ് ഒരു മോൾ, ആ മോളുടെ കൂടെയായിട്ട് താമസിക്കണം. അപ്പോൾ മോൾ പറഞ്ഞു, അയ്യോ എനിക്ക് 6 മണിക്ക് പോകും, എൻ്റെ ഹസ്ബൻഡ് പോകും, ഞാൻ 9 മണിക്ക് അവർക്ക് വരുള്ളൂ, എനിക്ക് അമ്മയെ നോക്കാൻ പറ്റുന്നില്ല, എല്ലാവരും കൂടി ഒന്ന് നോക്കട്ടെ. അപ്പോൾ വേറൊരാൾ പറയും, ഞാനിപ്പം പുതിയ വീട് വെച്ചതാണ്, എൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ മൂത്രമൊക്കെ താഴെ വീഴും. അതായത് നിങ്ങൾക്ക് മൂത്രം ഒരു 1 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുമോ? ഇഷ്ടമുണ്ടോ?
അവരെന്തേ മറന്നുപോയി? അതൊക്കെ അന്നത്തെ കാലത്ത് അതൊക്കെ ചെയ്യും. അപ്പൊ ഇതാണ് സ്ത്രീ. അപ്പൊ അവിടെ ഭ്രൂണത്തിന് രക്ഷയില്ല, ശിശുവിന് രക്ഷയില്ല, പിന്നെ കൗമാരത്തിന് രക്ഷയില്ല, യുവതി യുവാക്കൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഭാര്യമാർക്ക് രക്ഷയില്ല, വയസ്സായ അച്ഛനമ്മമാർക്ക് രക്ഷയില്ല. പിന്നെ അച്ഛനമ്മമാരെ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നു? അച്ഛനമ്മമാരെ കൊണ്ട് അവരുടെ നല്ല വസ്തുക്കളുണ്ടേ അച്ഛൻ അതിന് എനിക്ക് തന്നെ ഞാൻ ഇനി അച്ഛൻ കപാടുകൾ നോക്കേണ്ടതല്ല, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം. അച്ഛനെന്താ വിചാരിക്കാം, എൻ്റെ മോനല്ലേ ഇത്രയും കാലം എന്നെ നോക്കിയതല്ലേ, ഒരു കാര്യം ചെയ്യാം, നീ എഴുതിക്കൊണ്ട് പാടാം. അവൻ ഉടനെ പോയി ഇഷ്ടദാനം അല്ലെങ്കിൽ ഒരു സെറ്റിൽമെന്റ് സംരക്ഷിക്കാധാരം അല്ലെങ്കിൽ ഒരു ഭാഗോടമ്പടി എഴുതി ഇനി കൊണ്ടുവന്നു. അച്ഛനും അമ്മയും ഒന്നും നോക്കാതെ ഒപ്പിട്ടങ്ങ് കൊടുക്കും. എന്നിട്ട് എന്താ ചെയ്യാം? അത് വാങ്ങിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇനി അങ്ങനെ തിരിച്ച് എൻ്റെ കൂടെ വന്ന് ജീവിക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് മരുമോളും അമ്മായിയും പിണക്കത്തിലായി, അവരുടെ കാര്യങ്ങൾ നോക്കാതെ അങ്ങനെ വയസ്സായ അമ്മമാരും പീഡിപ്പിക്കപ്പെട്ടു കൊണ്ടിരിക്കുക. അപ്പോൾ അവരെന്ത് ഈ പീഡനം സഹിക്കാൻ വയ്യാതെ അനാഥാലയങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം സർക്കാർ 150 പേരിൽ കൂടുതൽ ഓരോ ജില്ലയിലും സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് 2007. അതനുസരിച്ച് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ആഹാരം ചമച്ചിട്ടുണ്ടെങ്കിൽ 2007 ശേഷം ഏതെങ്കിലും ഒരു അച്ഛനെ കൊണ്ടോ അമ്മയെ കൊണ്ടോ ആഹാരങ്ങൾ എഴുതിച്ച് വസ്തു കൈക്കലാക്കിയ ശേഷം അവർക്ക് ചെലവിന് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവർക്ക് RDOയെ സമീപിക്കാം. RDOയെ ക്രിമിനലായിട്ട് നിയമിച്ചിട്ടുണ്ട്. RDOയെ സമീപിച്ച് ചെലവിൽ കിട്ടാനുള്ള വാങ്ങാം. അതുപോലെ ഈ ആഹാരത്തെ അസാധുവാക്കുന്നതിനും ഒരു പ്രത്യേക വകുപ്പുണ്ട്. അസാധുവാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പം അത് നളൻ. അപ്പം അങ്ങനെ ആഹാരം അസാധുവാക്കിയെടുക്കുക. അപ്പം അമ്മയുടെ കയ്യിൽ തന്നെ തിരിച്ച് വസ്തു കിട്ടും. അതുപോലെ അവർക്ക് ചെലവിന് കൊടുക്കാൻ ചില മക്കൾ ബാധ്യസ്ഥരാണ്. അവർക്ക് ചെലവിന് കൊടുക്കാനുള്ള വകുപ്പ് അവിടെയുണ്ട്. എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കും. ജപ്തി മുഖേനയും അല്ലാതെ ഒക്കെ പണം ഈടാക്കാനുള്ള പ്രത്യേക വ്യവസ്ഥ അതിലുണ്ട്. പിന്നെ അവർ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. അച്ഛനമ്മമാരെ അവർ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ജയിലിൽ അടയ്ക്കാനുള്ള പ്രത്യേക വകുപ്പുണ്ട്. 1 മാസം ചെലവിന് കൊടുക്കില്ല, 1 മാസം ജയിലിൽ കിടക്കാം. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുപാട് നിയമങ്ങൾ. ഇങ്ങനെ സ്ത്രീകൾ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ വനിതാ സംഘടനകളും ഒരുപാട് NGOs ഒക്കെ ശബ്ദം ഉയർത്തിയതിന്റെ ഫലമായിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഈ നിയമങ്ങളെല്ലാം ശരി. ഇപ്പം വനിതാ കമ്മീഷൻ ഉണ്ടാക്കി. എന്തിനാണ്? സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്ത് ഗവൺമെന്റിനെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുക. അതിനാണ് കമ്മീഷൻ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ തൊഴിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ടാക്കി. കുടുംബ കോടതികൾ ഉണ്ടാക്കി. ആ കുടുംബ കോടതികളെല്ലാം ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുടുംബ കോടതി ഉണ്ടാക്കിയത്. അവിടെ കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. പക്ഷേ ഇതൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ നിയമസഹായം. ആ സൗജന്യ നിയമസഹായ പദ്ധതി ഉണ്ടെങ്കിലും വക്കീലന്മാരെല്ലാവരും പരാതികൾ പറയണം. അവരെല്ലാം ഞങ്ങളോട് പൈസ 10,000 രൂപ വരെ കൊടുത്ത സ്ത്രീകളുണ്ട്. അപ്പൊ ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ നിയമസഹായം ഉണ്ടാക്കിയിട്ട് ഈ പദ്ധതി ശരിയാവണ്ണം നടത്താൻ കഴിയും. എന്തുകൊണ്ട്? കറപ്ഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് നമ്മുടെ പുരുഷന്മാര് ഈ സ്ത്രീകളെ ഈ രീതിയിൽ പീഡിപ്പിക്കുന്നത്? ദമ്പതികളുടെ ഇടയിലുള്ള പ്രശ്നം എന്താണ്? ഭാര്യമാരെ തല്ലുകയും ഉപദ്രവിക്കുകയും മാനസിക, ശാരീരിക, വൈകാരിക, ലൈംഗിക പീഡനങ്ങൾ എന്തുകൊണ്ട് വരും? 1, നേരത്തെ ഞാൻ മദ്യം. 2, സ്ത്രീധനം. എന്താണ് ഈ സ്ത്രീധനം? സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീധനം വേണ്ടെന്ന് പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീയുടെ ധനമാണ്. അത് സ്ത്രീക്കുള്ളതാണ്. അത് പുരുഷന് കൊടുക്കാനുള്ളതല്ല. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഇപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ സ്ത്രീധനം പുരുഷന്റെ കയ്യിൽ ഏൽപ്പിച്ചു നിർത്തുവന്നാണ്. സ്ത്രീക്ക് വിദ്യാഭ്യാസമില്ല, സ്ത്രീക്ക് ജോലിയില്ല, അവൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി പാവപ്പെട്ട അച്ഛനും അമ്മയും കൂടെ പണം ഉണ്ടാക്കി ഇതെല്ലാം ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ ഏൽപ്പിക്കുന്നു. ഭർത്താവ് കൊണ്ടുപോയി സന്തോഷമായിട്ട് ജീവിച്ച ഒരു കുടുംബം പോയി ജീവിച്ചു. പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? സ്ത്രീധനം പിടിച്ചു വാങ്ങുക. നിങ്ങളൊക്കെ ഈ അച്ഛനമ്മമാരെന്താ ചെയ്യുക? ഞാൻ എൻ്റെ വനിതാ കമ്മീഷനിലെ സെക്രട്ടറിയുടെ മകളുടെ കല്യാണം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മിസ്റ്റർ ലളിതമായിട്ടൊന്ന് നടത്തണം കേട്ടോ. എന്നാൽ അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞു, അയ്യോ മാഡം അതൊന്നും പറ്റില്ല. എൻ്റെ മോള് ചെല്ലുന്നിടത്ത് എൻ്റെ മോളാ മാന്യമായിട്ട് ഇരിക്കണമെങ്കിൽ അവർക്ക് വലിയ സ്ഥാനം വേണമെങ്കിൽ അവരുടെ പറ്റുള്ളൂ. 100 പവൻ കൂടുതൽ വേണം. 100 പവനല്ല 500 പവൻ. ഇപ്പം 5 കിലോ സ്വർണം കൊടുത്ത് 1 കോടി രൂപയും കൊടുത്ത് 6 മാസം കഴിഞ്ഞ് ഇതാ വീട്ടിൽ വന്നിരിപ്പോൾ ഇപ്പം ഡൈവോഴ്സ് കേസ് വലിയ ഇപ്പം ഡൈവോഴ്സ് അനുവദിച്ചു. മ്യൂച്വൽ കൺസെന്റ് ഡൈവോഴ്സ് അനുവദിച്ചു. 5 കിലോ സ്വർണം തൂക്കിയിട്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത്? അപ്പം നമ്മുടെ ഓരോ സ്ത്രീയും സിമ്പിളായിട്ട് ജീവിക്കാൻ പഠിക്കണം. കല്യാണം കഴിക്കാൻ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല.
നമ്മളൊരു മാതൃകയാകണം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ സ്ത്രീധനം എന്ന ഏർപ്പാട് ഇല്ലാതാക്കിയില്ലെങ്കിൽ സ്ത്രീകളെല്ലാം പീഡിപ്പിക്കപ്പെടും. അപ്പൊ സ്ത്രീധനം ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വരുമ്പോ ചെറുക്കൻ പറയും, ആ പെണ്ണിന്റെ ഒരേ ഭൂമിയുണ്ടല്ലേ, എന്റെ പേര് കൂടെ എഴുതി. ഉടനെ തന്നെ എന്താ അച്ഛനമ്മമാര് ചെയ്യാം? അവിടെ പേര് കൂടെ എഴുതി അല്ലേ? പേര് എഴുതിയാൽ എന്താ സംഭവിക്കുക? അതിന് പകുതി അവകാശം അയാൾക്ക്. പകുതി അവകാശം അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പരമസുഖമില്ല. ചുമ്മാ തരുന്നവന് വില, അവനെന്താ വില കൂടുതൽ? ഈ പുരുഷൻ എന്തേ വില കൂടുതൽ? അവൻ ആര്? അവൻ എന്തേ ഇത്ര മഹത്വം? നമ്മളെല്ലാം സ്ത്രീയും പുരുഷനും തുല്യരായിട്ട് ജീവിക്കേണ്ടവരാണ്, അന്തസ്സോടുകൂടി ജനിച്ചവരും തന്നെയാണ്. അപ്പോ ഈ ആഭരണക്കെട്ട് ഉണ്ടാക്കി വിടുന്നത് നമ്മളൊക്കെ തന്നെയാണ്. ഇതിനൊരു അറുതി എന്താണ്? കല്യാണം കഴിക്കാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും കല്യാണം കഴിക്കാം, ഒരൊറ്റ പൈസയുടെയും ചെലവില്ല. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് നിങ്ങളെ കുടുംബാംഗങ്ങളെ വിളിച്ച് ഒരു പാർട്ടിയിൽ നടത്തിയാൽ പോലെ. എന്തിനാണ് ഈ വലിയ? ഇന്നലെ ഞാൻ ഒരാളോട് ചോദിച്ചു, കൺവെൻഷൻ അൽസാജ് കൺവെൻഷൻ സെന്റർ ഉണ്ടല്ലാണ്ട് എത്ര വാടക? 1,40,000 കൊടുത്തിട്ട് വാടക കൊടുത്തിട്ടാണ് അവർ കല്യാണം നടന്നത്. ആവശ്യമുണ്ടോ? അപ്പൊ ഈ ലക്ഷറി നമ്മളെ മദ്യം കുറയ്ക്കുക. പിന്നെ ഈ മദ്യം കഴിക്കുന്നവരെ മദ്യം കഴിച്ച് ഇങ്ങോട്ട് വരുന്നവരെ കിട്ടൂല എന്നൊരു തീരുമാനം എടുക്കുക. മദ്യം കഴിച്ച് എന്താ പെണ്ണ് പല പെൺകുട്ടികൾക്കും എന്താ വേഗം പോയാൽ മതി. കാരണം ഇപ്പൊ ഈ വയസ്സ് കുറയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നുണ്ട്. വയസ്സ് കുറയ്ക്കണം. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 55 പിള്ളേരല്ല, 55 നമ്മുടെ ശ്രദ്ധയിൽ വന്നതാണ്. ഓട്ടം തന്നെ ഓട്ടമാണ്. ഈ ഓട്ടത്തിന് എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഒന്ന് മദ്യം, രണ്ടാമത് മയക്കുമരുന്ന് ചേർന്ന പല സാധനങ്ങളും സ്കൂളുകളിലിടയിലും കൂട്ടാരിയായിട്ടും അതും ഇതൊക്കെ ആയിട്ട് എല്ലാം വിൽക്കുന്നു. ഇതിനെ അറുതി വരുത്താൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? അതിനെ അറുതി വരുത്തണം. മൂന്നാമത്തത് അശ്ലീല സാഹിത്യങ്ങൾ. ഇഷ്ടംപോലെ പിക്ചേഴ്സ് നമുക്ക് കിട്ടും. എറണാകുളത്താണെങ്കിൽ 5 രൂപ കൊടുത്താൽ ഉടനെ ഒരു നല്ല ചിത്രം കിട്ടും. ഇവിടെ മാഗസീൻസ് ഇറങ്ങി, ഒരു ലേഡി എനിക്ക് അയച്ചു തന്നു ഒരു മാഗസീൻ. അതില് എന്താ കണ്ടത്? കംപ്ലീറ്റ് നഗ്നചിത്രങ്ങളാണ്. നഗ്നചിത്രം മാത്രമല്ല, ലൈംഗിക ചേഷ്ടകളുടെ വിവരണവും കൂടി. ഒന്ന് ആലോചിച്ച് നോക്കും. അത് കൗമാരപ്രായക്കാർ തീർച്ചയായിട്ടും വായിക്കും. നമ്മൾ കൗമാരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് കുറ്റമില്ല. അപ്പൊ എന്താണ്? അത് നമ്മുടെ അടുത്ത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ മുമ്പിൽ ഇപ്പൊ ഒരു നല്ല ഒന്നാമതൊരു അച്ചാർ കൊണ്ട് വെച്ചിരിക്കുകയാണ്. എന്റെ വായിക്കുന്നത് ഇല്ലേ? നിങ്ങളുടെ എല്ലാം വായിൽ വെള്ളം കൂടുമെന്ന് എനിക്കറിയാം. അതേപോലെ നമ്മളിൽ എല്ലാ മനുഷ്യരിലും എല്ലാ വികാരങ്ങളും അന്തർലീനമാണ്. അതിൽ ഏത് വികാരത്തിനെ ഉദ്ദീപിപ്പിക്കണമെന്നുള്ളത് നമ്മളാണ് ആലോചിക്കേണ്ടത്. എന്റെ വികാരങ്ങളിൽ ഏതെല്ലാം നല്ലതായിരിക്കണം, ഏതിനെല്ലാം ഞാൻ ഉദ്ദീപിപ്പിക്കണം, എന്റെ സമൂഹത്തിനും എന്റെ ജീവിതത്തിനും ഏത് വികാരമാണ് ഞാൻ ഉദ്ദീപിപ്പിച്ചെടുക്കേണ്ടത്? ലൈംഗിക വികാരമാണോ ഉദ്ദീപിപ്പിക്കേണ്ടത്? TV നോക്കിയാൽ ലൈംഗിക വികാരം ഉദ്ദീപിപ്പിച്ചുകൊണ്ടിരിക്കുക. അശ്ലീല സാഹിത്യങ്ങളിൽ ലൈംഗിക വികാരത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ വികാരങ്ങളെ ഉണർത്തിയില്ല അശ്ലീല സാഹിത്യ സീഡിയോ അല്ലെങ്കിൽ അതിന്റെ ബ്ലൂ ഫിലിമോ. നിങ്ങളൊരു പക്ഷേ ബ്ലൂ ഫിലിം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടതുകൊണ്ട് പറയുകയാണ്. അത് കണ്ടാൽ ഞാൻ നിലവിലോകിയാകും, നിങ്ങൾ നിലവിലോകിയാകും, യാതൊരു സംശയമില്ല. അങ്ങനെ നിലവിലോകിയായാൽ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്റെ ഭർത്താവ് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, എനിക്ക് ജീവിക്കേണ്ട മാഡം, എനിക്ക് ഇയാളെ വേണ്ട, എനിക്ക് ഡൈവോഴ്സ് മതി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അത്? അയാൾ ഇന്നതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യും, എനിക്ക് സാധിക്കില്ല, ഞാൻ ഛർദ്ദിച്ച് ഒരു ദിവസം കഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ നോക്കി, ഞരമ്പ് രോഗിയാണ്, സംശയമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ ഞരമ്പ് രോഗിയാകും. ഉടനെ തന്നെ 1.5 വയസ്സിനെ പീഡിപ്പിക്കുകയും ചെയ്യും. തീർച്ചയാണ്. അടുത്ത ഒന്നിനെയും കിട്ടിയിട്ടില്ലെങ്കിൽ 1.5 വയസ്സിനെ 3 വയസ്സിനെ 4 വയസ്സിനെ പീഡിപ്പിക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മദ്യം ഇവിടെ നിന്ന് മാറ്റണം, ഇല്ലാതാക്കണം. മദ്യം ഷോപ്പുകളിൽ ഇങ്ങനെ കൂടി വരിക. നമ്മൾ കാണുന്നുണ്ടല്ലോ മദ്യ ഷോപ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് അച്ചടക്കത്തോടെ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ പോവാതിരിക്കുക. നമ്മുടെ കുട്ടികളെ നല്ല ശീലങ്ങൾ പഠിപ്പിച്ച്, പല്ല് തേക്കുന്നത് പോലെ, കുളിക്കുന്നത് പോലെ നല്ല നല്ല ശീലങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് അവനെ മദ്യവിരുദ്ധിയാക്കി എടുക്കണം. അപ്പൊ മദ്യത്തിനെ കാണുമ്പോൾ വിഷമെന്ന് തോന്നുന്ന രീതിയിൽ കുട്ടികളെ വളർത്തണം, അവന്റെ ജീവിതത്തിന്റെ ശരിയാക്കാൻ പഠിക്കണം. അത് കഴിഞ്ഞ് എന്താ? അശ്ലീല സാഹിത്യങ്ങളെ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാൻ ഇവിടുത്തെ ഈ രാജ്യത്തെ സ്ത്രീകൾ മാത്രം പോലെ. നമ്മൾ വിചാരിച്ചാൽ ഇതിനെ അവസാനിപ്പിച്ചൂടെ? എന്തുകൊണ്ട് പോലീസ് നടപടി എടുക്കുന്നില്ല? ഈ പോലീസുകാരാണെങ്കിൽ കുറെ കൂടുതൽ ഇതിൽ വരുന്നത്. അപ്പൊ പൈസക്കാരനും പോലീസുകാരനാണ് ഈ പെണ്ണുങ്ങളെ ആവശ്യം. അതും കുമാരിമാര്. എന്തിനാണ്? പെൺവാണി പരിവശത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺവാണിഭത്തിന് അത് നേരത്താൻ പെണ്ണുങ്ങളെന്ന് ഇരിക്കുകയാണ് കുറെ പേര്. അവർക്ക് പണം ഉണ്ടാകണം. കോസ്മെറ്റിക് ബ്യൂട്ടി പാർലറിൽ പോകണമെങ്കിൽ പണം വേണം, വലിയ ഡ്രസ്സ് വേണമെങ്കിൽ പണം വേണം, ഇപ്പോഴത്തെ രീതിയിലുള്ള ആഭരണങ്ങൾ പലതരത്തിലെല്ലാം ഇട്ട് നടക്കണം. അപ്പൊ
അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഈ ആർഭാടത്തിന്റെ പുറകെ നമ്മൾ പോകുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ പണത്തിന്റെ ആവശ്യം. എത്ര പേരുണ്ടാവും വീട്ടിനകത്ത് കൃഷി ചെയ്ത് അവരവരുടെ ആവശ്യത്തിന് എടുക്കുന്നത്? അത് ചെയ്യാറില്ല. അപ്പോൾ അശ്ലീല സാഹിത്യങ്ങള് അറുതി വരുത്താൻ ഇവിടുത്തെ സ്ത്രീ സംഘടനകളും ഈ രാജ്യത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സ്ത്രീകൾ മുൻകൈയെടുക്കണം. ഈ കിട്ടിയ ഈ സാഹിത്യങ്ങൾ പടച്ചിടുന്ന ഇത് വായിക്കുന്ന മുഴുവൻ നമ്മുടെ കൗമാരപ്രായക്കാരാണ്. ഇഷ്ടംപോലെ ഞാൻ ഒരാളോട് ചോദിച്ച ഒരു കറസ്പോണ്ടന്റ്, എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്ന ഈ രാജ്യത്തെ കുട്ടികളെ മുഴുവൻ നശിപ്പിക്കാൻ? അതുകൊണ്ടാണ് സാറേ ഞങ്ങൾ ഒരുപാട് പേര് ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ കഞ്ചാവ് കൃഷി കൂടെ നമുക്ക് ഇനി കഞ്ചാവ് കൃഷി ചെയ്യും. അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ സ്ത്രീകളെ പീഡിപ്പിക്കുമ്പം മദ്യം, മയക്കുമരുന്ന്, സ്ത്രീധനം, അശ്ലീല സാഹിത്യങ്ങള്, ആർഭാടം, പിന്നെ ഇങ്ങനെ തുടങ്ങി ഇത് പെൺവാണിഭം, ഇതെല്ലാം തന്നെ നമ്മുടെ സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ട്. പുരുഷന്മാർ പറയും പുരുഷ പീഡനമാണ് ഇവിടെ നടക്കുന്നത്, സ്ത്രീകൾ അഹങ്കാരികളാണ്. ഇപ്പൊ എന്നെ പറയുന്ന പുരുഷ വിരോധി എന്നാണ്, എനിക്ക് സങ്കടമില്ല. പക്ഷെ ഞാൻ വെറുക്കുന്ന പുരുഷന്മാരുണ്ട്. എല്ലാ പുരുഷന്മാരുടെ എനിക്ക് സ്നേഹവും ബഹുമാനവും വിശ്വാസമൊക്കെയാണ്. പക്ഷെ ഞാൻ വെറുക്കുന്ന ഒരു കൂട്ടരുണ്ട്. മദ്യപാനി, സ്ത്രീ 1.5 വയസ്സിനെ പീഡിപ്പിക്കുന്ന, 3 വയസ്സിനെ പീഡിപ്പിക്കുന്ന, വൃദ്ധയെ പീഡിപ്പിക്കുന്ന, ആരെ കിട്ടിയാലും പീഡിപ്പിക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ ഞരമ്പ് രോഗം വന്നാൽ രക്ഷയൊന്നുമില്ല, അവന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയേ മതിയാവും. അപ്പോ ഇതെല്ലാം ഉള്ളത് ഇതിനാണ് നമ്മൾ നടത്തിയെടുക്കുന്നത്. മദ്യത്തിനെതിരെ, മദ്യം കഴിക്കുന്നതിനെതിരെ, സ്ത്രീധനത്തിനെതിരെ. സ്ത്രീധനം കല്യാണം കഴിക്കുമ്പോൾ പറഞ്ഞത് മോനെ ഇത് എന്റെ മോളുടെ സ്വത്തല്ലേ, അവളെ പേര് ഇരുന്നോട്ടെ, ആഭരണം അവളെ ലോക്കറിൽ ഇരുന്നോട്ടെ. 90 പേരുടെ ആഭരണം ശംഖുമുഖത്തുള്ള ഒരു ലേഡി കല്യാണം കഴിച്ചു കൊടുത്തു, ഭർത്താവിന്റെ ലോക്കറിൽ വിളിച്ചു. ഒരു തരത്തിൽ അയാൾ എന്തായാലും സംശയമാണ്. പിന്നെ എപ്പോഴും സംശയം തന്നെ. അപ്പൊ അടി ഇടി ബഹളം സഹിക്കാൻ വയ്യാതെ നേരെ വീട്ടിൽ പോയിട്ട് വന്ന് എന്റെ മൊത്തമല്ല ആഭരണം അവിടെ ഇരിക്കില്ല, അതിങ്ങനെ തന്നേരെ, നീ നന്നായിട്ട് ജീവിക്കണം. അതൊന്നും പറ്റില്ല. നീ ഇതെന്റെ അവകാശമാണ്, സ്ത്രീധനം എന്റെ അവകാശമാണ്. അതുകൊണ്ട് നീ എന്റെ കൂടെ താമസമുണ്ട്. നീ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടതാണ്, നീ എന്റെ വീട്ടിലൊന്നും താമസിക്കണം. അപ്പൊ അവൾ ഓടി വൈകാത്ത പക്ഷം ഞാൻ ഒരു കാര്യം ചെയ്യും, തന്നെ ചെയ്യും, ഞാൻ എന്നെ താമസിച്ചുള്ളതെന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയുകയോ എന്തെങ്കിലും ചെയ്യുന്നു. കൂടി അവരുടെ കൂടെ അടിക്കുന്ന ഇച്ചിരി അടിയൊക്കെ കൊണ്ട് അവിടെ താമസിച്ചുകൊണ്ട് അതൊക്കെ ലോക്കറിന്റെ താക്കോല് മോഷ്ടിക്കാൻ നോക്കും. അങ്ങനെ ഏതാണ്ട് ഒരു 10-15 ദിവസം സത്യം ഞാൻ പറഞ്ഞിട്ട് വന്നു. അത് 10-15 ദിവസം കൊണ്ട് ഇപ്പൊ കണ്ടന്റെ എണ്ണാണല്ലോ, പിന്നെ ഇങ്ങനെ നോക്കി നടന്ന് ലോക്കറിന് താക്കോല് കണ്ടു. താക്കോല് കണ്ടിട്ട് വേഗം വനിതാ കമ്മീഷനിൽ ഞങ്ങൾ വളരെ അഡ്വക്കേറ്റ് ഇടപാട് ചെയ്തു. അടുത്ത ദിവസം കേസ് കൊടുത്തു, ഫ്രീസ് ചെയ്തു. അതുകൊണ്ട് 90 രൂപ ഫ്രീസ് ചെയ്തു. അപ്പോ ഇതേപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില സന്ദർഭങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പെൺകുട്ടിയുടെ ആഭരണവും സ്വത്തും പണവും സൂക്ഷിക്കാൻ പെൺകുട്ടികളെ പഠിപ്പിക്കണം. അപ്പോ അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി ആദ്യം നമ്മുടെ ലോകത്താലും അല്ലെങ്കിൽ അവളുടെ സ്വത്ത് അവിടെ വേഗമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം, നിങ്ങളുടെ സ്വത്തും കൂടികളൊക്കെ ഒന്നിച്ച് ജീവിക്കാൻ പോവുകയല്ലേ, അത് ഇങ്ങോട്ടുകൂടെ ഒന്ന് എഴുതി. അത് പറയാൻ കണ്ണൂരിലുള്ള ഒറ്റ പെൺകുട്ടിയെയും അമ്മമാരെ പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്കതാ ചോദിക്കും, അത് പറയണം. കാരണം നമ്മൾ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാതെ ഒരു സ്ത്രീ കല്യാണം കഴിക്കണം. ഇപ്പൊ പറഞ്ഞ 12 വയസ്സിൽ കല്യാണം കഴിക്കണം, 14 കല്യാണം കഴിക്കണമെന്നാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ പറ്റാതാവുമല്ലോ. പിന്നെ കുട്ടി പഠിക്കില്ലല്ലോ. 10-20 വയസ്സാണെങ്കിലല്ലേ ഒരു ഗ്രാജുവേഷനെങ്കിലും എത്തും. എന്നാലല്ലേ അവർക്ക് എന്തെങ്കിലും ലോകപരിചയവും ഒരു പക്വതയും ജോലി ചെയ്യാനുള്ള കഴിവും ഒക്കെ ഉണ്ടാവുള്ളൂ. അതിനല്ലെങ്കിൽ പിന്നെ അടിച്ചമർത്തി വീട്ടിലും കിട്ടാതെ ഒരു പാവക്കുട്ടിയെ കൈകിട്ട് കളിപ്പിച്ചോണ്ട് ഈ 12 വയസ്സായിട്ട് ഇരിക്കുകയല്ലോ. അപ്പൊ അവള് പഠിക്കണ്ട, ജോലിക്ക് പോണ്ട, അവള് അടിച്ചമർത്തി അടുക്കളയിൽ അവശരാനുള്ള ഒരു സൂത്രം. അപ്പൊ ഇതിനെതിരെ നമ്മൾ ശക്തമായി, അത് മുസ്ലിം പെൺകുട്ടിക്ക് മാത്രമാണോ എന്നുള്ളതാണ്. ഈ രാജ്യത്തെ ഓരോ പെൺകുട്ടിയും മതമോ രാഷ്ട്രീയമോ ഒന്നും നമുക്ക് കാര്യമില്ല. നമുക്ക് ആ സ്ത്രീക്ക് അന്തസ്സായിട്ട് ജീവിച്ചു മരിക്കും. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടി എന്തെല്ലാം തടസ്സമായി നിൽക്കുന്നുവോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം തടസ്സമായി നിൽക്കുന്നതിനെ എല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് ഒരു സുന്ദരമായ കാലഘട്ടം ഉണ്ടാക്കിയെടുക്കണം. എല്ലാ സ്ത്രീകൾക്കും അന്തസ്സോടുകൂടി ജീവിക്കുവാൻ നമുക്ക് അവസരം ഉണ്ടാക്കണം. അപ്പൊ ഈ വയലൻസിനെതിരെയുള്ള അടിസ്ഥാനപരമായ കാരണങ്ങളിലേക്ക് വേണം നമ്മൾ വിരൽ. അങ്ങനെ ആ കാരണങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അതിനെ അവസാനിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ഒരു നല്ല പൗരനെ വാർത്തണ്ട്. ഒരു നല്ല പൗരനാണെങ്കിൽ അവൻ വളരെ ലളിതമായി ജീവിക്കും. അവൻ ആർഭാടം വേണ്ട, സ്ത്രീധനം ചോദിച്ചപ്പോഴോ നല്ല പാട്ടിന് കല്യാണം വേണ്ട.
എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കല്യാണം ആലോചിച്ച് അന്നേരം ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സുകളാണ്. അപ്പോൾ കുറച്ച് നല്ല ഡിമാൻഡുണ്ട്, ഒന്നുമില്ല, കല്യാണം മാത്രം മതി, പെണ്ണിനെ മാത്രം മതി. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് സഹോദരി വരുന്നു, രണ്ടുപേരും വന്നിട്ട് എനിക്ക് കാണുന്നു, എനിക്ക് ഇത്ര മറ്റേ ആഭരണം തന്നു എന്നെല്ലാം കൊണ്ട് ഇവിടെ വിടാം. അപ്പോൾ ഇവർ ചോദിച്ചു, അയാളോട് ചോദിച്ചു, ഇങ്ങനെ ഒന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ? അയ്യോ ഞാനിതൊന്നും അറിയില്ല. ഉടനെ തന്നെ ഇവർ പറഞ്ഞു, അങ്ങനെ ഉള്ള പെൺകുട്ടിയെ ഇങ്ങനെയുള്ള തന്നെ എനിക്ക് കല്യാണത്തിന് വേണ്ടായിരുന്നു. ഉടനെ 24 ലക്ഷം രൂപ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞ് എല്ലാ ഇടപാടും ചെയ്തു. മാതാവൊക്കെ അവിടെ ബുക്ക് ചെയ്തു, ആഭരണം എടുത്തു, സാരി എടുത്തു, കല്യാണം കത്തടിച്ചു, എല്ലാം അടിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത്. അപ്പം എന്നോടൊന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് വേണം, ഇവിടെ വെച്ച് അവസാനിക്കും ഈ കല്യാണം ആവശ്യം. അങ്ങനെ കത്തയച്ചു. ഞങ്ങൾ ഉടനെ തന്നെ 24 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടണമെന്ന് പറഞ്ഞെടുക്കുക ഒരു നോട്ടീസാണ്, ലീഗൽ നോട്ടീസ്, അഡ്വക്കേറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് മറുപടി ഞാൻ തന്നെ എഴുതും. ഏതായാലും ഒരുപാട് നടപടികളെടുക്കും. അത് മാത്രമല്ല, ഇതെല്ലാം ചോദിച്ച് ഈ സ്ത്രീകളെ ചോദിച്ച അത് റെക്കോർഡ് ചെയ്തതും കൈക്കണ്ടായി. അത് വെച്ചിട്ട് നോട്ടീസ് അയച്ചു. അയാൾ കല്യാണം കഴിച്ച് പോയി. അപ്പോൾ അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളോടും എനിക്കൊരു അപേക്ഷ, നമ്മൾ ഈ പീഡനത്തിൽ രക്ഷപ്പെടുന്നതിന് സ്ത്രീകളെ വന്ന ഇടപാട് അവസാനിപ്പിക്കണം. കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഹിന്ദുസിൻ്റെ ഇടയ്ക്ക് സ്ത്രീകളെ ഇല്ല, അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ മാത്രമാണ് ഒരു സ്ത്രീയെ ഒരു വസ്തുവായിട്ട് കണക്കാക്കി അതിൻ്റെ കഴുത്തിലും കാലിലും മൂക്കിലും കണ്ണിലും എല്ലാം വെട്ടി തൂക്കി ഇവിടെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. പെൺകുട്ടികൾക്കും അത് വേണം. 4 ഇഞ്ച് വേണം, 6 ഇഞ്ച് വേണം, 8 ഇഞ്ച് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെൺകുട്ടികളാണ്. നിങ്ങളുടെ ജീവിതം ഇതെല്ലാം കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ മഞ്ഞലോഹം കാണുമ്പോഴത്തേക്ക് കണ്ണു വച്ചിക്കും. അവിടെ ആരംഭിക്കും നിങ്ങളുടെ ദുരന്തം.